ഇത് പെട്ടെന്ന് എന്താ പറ്റിയത്? ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാ. ദേ അങ്ങോട്ട് നോക്ക്, ഏതോ ഒരു ചക്കൻ നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുക. അവന്റെ ആ റേസാണ് നമ്മളെ രക്ഷിച്ചത്. അവൻ ആരാണ്? മൈക്രോഫോൺ ഓൺ. മൈക്രോഫോൺ ഓൺ. പൈലറ്റ് സർ, യൂസ് യുവർ ബാക്കപ്പ് ബാറ്ററീസ് ഫാസ്റ്റ്. നമുക്ക് ഒട്ടും സമയമില്ല. നീ ആരാണെന്നൊന്നും എനിക്കറിയില്ല. നീ ആരായിരുന്നാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ദൈവം പറഞ്ഞേച്ച് ഞങ്ങളുടെ ദൈവദൂതനാണ്. ഇപ്പൊ തന്നെ ബാക്കപ്പ് ബാറ്ററി ആക്ടിവേറ്റ് ചെയ്തു. വീർ, ഇനി നീ എന്ത് ചെയ്യും? നീ ആ ഹെലികോപ്റ്ററിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചോളൂ. എന്നിട്ട് ഞാൻ കുറേശ്ശെയായി നിന്റെ മുഴുവൻ ശക്തിയെയും വലിച്ചെടുക്കും. എന്തു പറ്റി ചുൾബുൾ? ഞാൻ അവിടെ കഴിച്ചോണ്ടിരിക്കായിരുന്നു. അതിനിടയിലാ നീ വിളിച്ചു വരുത്തിയത്. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അയ്യോ, ഞാൻ കഴിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. ഇവനെ ഇനി വല്ല കഴിക്കുന്നിടത്തൊന്ന് പിടിച്ചോണ്ട് വരണം. അവിടുത്തെ ഫുഡിനൊക്കെ വളരെ നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടമാവും ജിൻഡു. വാവ്, ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഗുഡ് നൈറ്റ്. എന്നാ രാവിലെ കാണാം. ഞാനും എന്നാ പോവാണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഇംലി. ജിൻഡു, നിന്റെ വീര് എന്തൊക്കെയായി പറയുന്നേ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ. ഇന്ന് ഞാൻ അവനെ മിനാറിലെ കെട്ടി തൂക്കിയിട്ടു. അതുകൊണ്ട് ഇനി അവൻ ഒരിക്കലും എന്റെ അടുത്ത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊന്നും പറയില്ല. പിണ്ടു, പ്ലീസ് എന്നെ ഒന്ന് പുറത്ത് വിട്. ഇപ്പൊ വിടില്ല. നാളെ ഞങ്ങൾ എല്ലാവരും വലിയൊരു ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് നീ ജീവിതകാലം മുഴുവനും ഇവിടെ ഇരുന്നാ മതിയെന്നാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ പുറത്തേക്ക് എടുക്കാം. വീർ, നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷായി. വീർ, ആ ബോട്ടിൽ ആഞ്ഞുരയ്ക്ക്. അപ്പൊ ഞാൻ പുറത്തു വരും. ഓക്കേ. ഇന്ന് ആ പിണ്ടുവിനെ ഞാൻ വെറുതെ വിടില്ല. പിണ്ടു! ആരാ ഇവിടെ നിക്കണ്ടെന്ന് ഇന്നൊരു ഏറ്റുമുട്ടലിലൂടെ തീരുമാനിക്കാം. ജയിക്കുന്ന ആള് ഈ ഭൂമിയിൽ നിൽക്കും, തോൽക്കുന്ന ആള് തിരിച്ച് ആ കുപ്പിക്കകത്തേക്ക് തന്നെ പോണം. എനിക്ക് സമ്മതമാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മാജിക് ഒക്കെ ഉപയോഗിച്ച ആൾക്കാരൊക്കെ കാണും. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഇപ്പൊ പോവാം.
ഇന്ന് നിന്റെ വീറിനെ ഇവിടുന്ന് രക്ഷിക്കാൻ ആർക്കും ആകില്ല കൊച്ചേ. ആ രക്ഷിക്കണേ വീർ, help! എക്സ്റേ വിഷൻ ഓൺ. ഞാൻ അപ്പൂപ്പനെ കൂട്ടിക്കൊണ്ടുവരാം. ഹലോ ബോസ്, വീറിനെ പിടിച്ചിട്ടുണ്ട്. ഇതാ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് സന്തോഷമായി, വളരെ വളരെ സന്തോഷമായി. അപ്പൂപ്പ ഇങ്ങോട്ട് വരരുത്, ഇവിടെ അപകടമാണ്. ഇത് Oh no! ഇതൊന്ന് ഫ്രിഡ്ജാണ്, രക്ഷിക്കണേ. വേഗം ഇവിടുന്ന് ഓടിക്കോ. ഓടിക്കോ. പണ്ട് എനിക്ക് കളിക്കാനാവില്ല, നടക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ പൊന്നു വീറുകുട്ടാ, നിനക്കിനി ഈ യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ. നീ ഇങ്ങോട്ടൊന്ന് വാ കുട്ടാ. നീ ഇവിടെ വന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോണം. ഞങ്ങൾക്ക് കളിക്കാനാവില്ല, ഞങ്ങളുടെ കാലിൽ ഒരുപാട് മുറിവുണ്ട്. അയ്യോ അത് ബണ്ടി മോനെ, എന്റെ അഭിപ്രായത്തിൽ നീ വീറിന ടീം എടുക്കുന്നതാണ് നല്ലത്. നിന്റെ അടുത്ത് മറ്റു വഴികളൊന്നും ബാക്കിയില്ല. അതെ ബണ്ടി, വീറിനെ ടീമിലെടുക്ക്. ഇത് ഫുർസത് ഗഞ്ചിന്റെ അഭിമാന പ്രശ്നമാണ്. ആ ശരി വാ. അവന്റെ എന്നെ കളിക്കാൻ വിളിക്കുന്നു. അവന്റെ എന്നെ കളിക്കാൻ വിളിച്ചല്ലോ. അവൻ നിന്നെ അല്ല എന്നെയാ വിളിക്കുന്നേ. നിന്നെ അല്ല വിളിച്ചത്, വീറിനെയാ ഞാൻ വിളിച്ചത്. ഇതെല്ലാം എനിക്കെന്തോ വിചിത്രമായി തോന്നുന്നു. ആ കളിക്കാരൻ മനുഷ്യന്മാരെ പോലൊന്നുമല്ല പെരുമാറുന്നേ. ഗോൾ അടിച്ചിട്ട് പോലെ അവരാരും സന്തോഷിക്കുന്നില്ല. ഒരു റോബോട്ടിനെ പോലെ അവരെല്ലാം ബിഹേവ് ചെയ്യുന്നേ. നീ എല്ലാവരെയും ശരിക്കൊന്ന് നോക്കിയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്ക്. ഓക്കേ വീർ.
ഇവൻ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഇനി ഈ പ്ലേയേഴ്സിന് ഡയറക്റ്റ് കമാൻഡ് കൊടുത്തേ പറ്റൂ. ചെല്ലു എന്റെ കൂട്ടുകാരെ, വേഗം ആ വീറിനെ എടുത്തോണ്ട് എന്റെ ബോസിന്റെ അടുത്തേക്ക് ചെല്ല്. ജിൻടു, എനിക്കിപ്പോ റോബോട്ടിക് പവർ ഉപയോഗിക്കേണ്ടതായി വരും. ഇവരുടെയൊക്കെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ട്. നീ കുറച്ചു നേരത്തേക്ക് കളി കാണാൻ വന്ന എല്ലാ ആൾക്കാരെയും ഫ്രീസാക്ക്. ഇംലിയും ചുൾബുളിനെയും നീ ഫ്രീസാക്കണ്ട. അതിനെന്താ, ഇപ്പൊ ശരിയാക്കി തരാം. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദന്തമാതം. ഇംലിയും ചുൾബുളും ഒഴികെ ഈ ഗ്രൗണ്ടിലുള്ള ബാക്കി എല്ലാവരും ഫ്രീസായി പോകട്ടെ.